മനോഹരമായ ഒരു പ്രഭാതത്തെ കൂടെ കാണുവാൻ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഭാഗ്യം തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ചിന്തയ്ക്കായി തിരുവചനത്തിൽ നിന്നും പ്രഭാതത്തിൽ ഒരു വചനം വായിക്കാം. യെശയ്യാ പ്രവചനം 51 അധ്യായം 3 വാക്യം. യഹോവ സിയോനെ ആശ്വസിപ്പിക്കുന്നു, അവൻ അതിൻ്റെ സകല ശൂന്യ സ്ഥലങ്ങളെയും ആശ്വസിപ്പിച്ച് അതിൻ്റെ മരുഭൂമിയെ ഏദനെപ്പോലെയും അതിൻ്റെ നിർജ്ജന പ്രദേശത്തെ യഹോവയുടെ തോട്ടത്തെ പോലെയും ആക്കുന്നു. ആനന്ദവും സന്തോഷവും സ്തോത്രവും സംഗീതഘോഷവും അതിൽ ഉണ്ടാകും. ഇൻ ഇംഗ്ലീഷ്, ഫോർ ദ ലോർഡ് ഷാൽ കംഫർട്ട് Zion, he will comfort all her waste places, and he will make her wilderness like Eden, and her desert like the garden of the Lord. Joy and gladness shall be found therein, thanksgiving and the voice of melody. ദൈവത്തിന് മഹത്വം. ദൈവം സിയോനെ കുറിച്ചാണ് ഇസ്രായേൽ ജനത്തോട് അരുളി ചെയ്യുന്നത്. അതിനു മുമ്പുള്ള വാക്യങ്ങളിൽ കൂടെ നമ്മൾ ചേർത്ത് പഠിക്കുമ്പോൾ യഥാർത്ഥമായി നല്ല അർത്ഥങ്ങൾ നമുക്ക് അതിനകത്തു നിന്ന് മനസ്സിലാക്കുന്നുണ്ടെങ്കിലും സിയോനെ കുറിച്ച് ദൈവം 2 വാക്ക് ഈ പ്രഭാതത്തിൽ നമ്മെ ഓർപ്പിക്കുകയാണ്. സിയോൻ, ദാവീദ് പാടിയത്, അദ്ദേഹം യെബൂസ്യ രാജാവിൻ്റെ കയ്യിൽ നിന്നും സിയോൻ പട്ടണം പിടിച്ച് തൻ്റെ തലസ്ഥാന നഗരിയാക്കിയതിനു ശേഷം ദൈവത്തിന് വേണ്ടി പ്രതിഷ്ഠിച്ചിട്ട് പാടുകയാണ്. ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവഭൂമിയുടെയും ആനന്ദവുമാകും. അതിനുശേഷം താൻ പാടി, സൗന്ദര്യത്തിൻ്റെ പൂർണ്ണതയായ സിയോനിൽ നിന്ന് ദൈവം പ്രകാശിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സിയോനെ മനോഹര തോട്ടമാക്കി, പ്രദേശമാക്കി, ദൈവത്തിൻ്റെ വാസസ്ഥലമാക്കി ദാവീദ് പ്രതിഷ്ഠിച്ചു. എന്നാൽ അവിടെ ഒരു പ്രശ്നമുണ്ട്. സിയോന്റെ അങ്ങേപ്പുറത്തേക്ക് പോകാത്ത ദൈവത്തെയാണ് ദാവീദ് കണ്ടത്. എന്നാൽ ഇപ്പോൾ ദൈവം സിയോൻ അങ്ങേപ്പുറമുള്ള മനുഷ്യരോട് പറയുകയാണ്. അവർ പ്രവാസത്തിലേക്ക് പോയി. അവരോട് സിയോനെ കുറിച്ച് ദൈവം ചില രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നു. എന്താണെന്നറിയാമോ? സിയോനിലെ സകല ശൂന്യ സ്ഥലങ്ങളെയും അതിൻ്റെ മരുഭൂമിയെയും. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഒരു ആശയക്കുഴപ്പമുണ്ട്. ദൈവത്തിൻ്റെ വാസസ്ഥലമായ സിയോനിൽ മരുഭൂമി എങ്ങനെയുണ്ടാകും? ദൈവത്തിൻ്റെ ആനന്ദമാകുന്നതായ സിയോനിൽ നിർജ്ജന പ്രദേശങ്ങൾ എങ്ങനെയുണ്ടാകും? ഇവിടെയാണ് മനുഷ്യർക്ക് പലപ്പോഴും തെറ്റുപറ്റുന്നത്. സിയോനിൽ മാത്രം കാണുന്നതായ ദൈവം, ആ പേരിൽ മാത്രം കാണുന്ന ദൈവത്തെ ഇസ്രായേൽ ജനം ഭജിച്ചു വന്നു. അവരെ ദൈവം വിളിക്കുകയാണ്, നീതിയെ പിന്തുടരുന്നവരും വാസ്തവമായി യഹോവയെ അന്വേഷിക്കുന്നവരുമായുള്ളവരെ കേൾപ്പീൻ, തിരിഞ്ഞു നോക്കുവിൻ. സിയോനെ കുറിച്ച് പറയുന്നു, നീ സിയോനെ കുറിച്ച് പുകഴ്ത്തി പാടുന്നുണ്ട്. നീ സിയോൻ വാസിയാണെന്നോ സിയോൻ മക്കളാണെന്നോ അഭിമാനിക്കുന്നു. നിന്റെ പ്രാർത്ഥനയിൽ, നിന്റെ പേരിൽ, നിന്റെ മഹത്വത്തിൽ, നിന്റെ ഡെസിഗ്നേഷനിൽ, wherever you go, you claim you are the sons of Zion. പക്ഷെങ്കിൽ നിനക്കത് കാണുവാൻ കഴിയുന്നില്ല. അവിടെ മരുഭൂമിയുണ്ട്, നിർജ്ജന പ്രദേശങ്ങളുണ്ട്, ചേറ്റുകണ്ടങ്ങളും ഉപ്പുപടനയ്ക്കായി വിട്ടിരിക്കുന്നതായ അനേക കുഴിനിലങ്ങൾ നിന്റെ സിയോനിൽ വസിക്കുന്നു, അവിടെ നിലനിൽക്കുന്നു. ദൈവം പറയുകയാണ്, നീതിയെ പിന്തുടരുന്നവർ പിന്തുടരുവാൻ നിങ്ങളിൽ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? വാസ്തവമായി ദൈവത്തെ അന്വേഷിക്കുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? എങ്കിൽ കടന്നു വരുവീൻ. ഞാൻ നിങ്ങളുടെ സിയോനിൽ ഉള്ളതായ ചേറ്റുകണ്ടങ്ങളും കുഴിനിലങ്ങളും നിർജ്ജന പ്രദേശങ്ങളും മരുഭൂമിയും ആനന്ദഭൂമിയാക്കി മാറ്റാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കപ്പെടുന്നതായ സിയോൻ വാസികളുടെ മരുഭൂമിയുടെ അവസ്ഥയെ, നിർജ്ജന പ്രദേശങ്ങളെ ദൈവം He is promising he will repair it. അവൻ അതിനെ റിപ്പയർ ചെയ്യാം. എന്താണ് റിപ്പയർ ചെയ്യുന്നത്? മരുഭൂമിയെ എൻ്റെ തോട്ടമായ ഏദൻ തോട്ടം പോലെ ഞാൻ ആക്കാം. പ്രൈസ് ദി ലോർഡ്. അവിടെ നിർജ്ജന പ്രദേശങ്ങളെ വിളനിലങ്ങളാക്കി ഞാൻ മാറ്റാം. വെള്ളമില്ലാതെ വരണ്ട് കിടക്കുന്നതായ ആ സ്ഥലങ്ങൾ, ആൾപ്പാർപ്പില്ലാത്തതും പോക്കുവരവില്ലാത്തതായ സ്ഥലങ്ങൾ കാണിച്ചു തരൂ.
നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നില്ലെങ്കിലും സിയോനിൽ ദൈവത്തിന് കാണുവാൻ കഴിയുന്നു. ഈ പ്രഭാതത്തിൽ ദൈവം പറയുകയാണ്, സാരമില്ല, അവിടെ മരുഭൂമിയുണ്ട്, നിർജ്ജന പ്രദേശങ്ങളുണ്ട്, ചേറ്റുകണ്ടങ്ങളുണ്ട്, കുഴിനിലങ്ങളുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും നിങ്ങൾ തിരികെ വരുമെങ്കിൽ ഞാൻ അതിനെ മലർവാടിയാക്കി മാറ്റുവാൻ എനിക്ക് കഴിയും. വാസ്തവമായി ഞാൻ വസിക്കുന്ന ഭവനമാക്കി അതിനെ മാറ്റുവാൻ എനിക്ക് കഴിയും. നിങ്ങളുടെ അശ്രദ്ധ കൊണ്ട് ഈ അനുഭവമെല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി എങ്കിലും ഐ വിൽ ഗിവ് യു ബാക്ക്, യു കം ബാക്ക്. നീ തിരികെ വരിക, ഞാൻ അതിനെയൊക്കെ നിനക്ക് തിരികെ തരാം. ഇപ്പോൾ നിർജ്ജന പ്രദേശമായി കിടക്കുന്ന അനേക സ്ഥലങ്ങളെ നിന്റെ വാസസ്ഥലത്ത് ദൈവത്തിനോടുള്ളതായ ബന്ധത്തിൽ, വിശ്വാസ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ, ആത്മീക ജീവിതത്തിൽ ഇങ്ങനെയുള്ളതായ പാഴ്നിലങ്ങൾ പ്രത്യക്ഷപ്പെട്ടതുകൊണ്ട്, നിർജ്ജന പ്രദേശങ്ങൾ പ്രത്യക്ഷപ്പെട്ടതുകൊണ്ട് അത് നിന്റെ ഭൗമിക ജീവിതത്തെയും ബാധിച്ചു, കുടുംബജീവിതത്തെ ബാധിച്ചു, കുഞ്ഞുങ്ങളെ ബാധിച്ചു, തലമുറകളെ ബാധിച്ചു, വിശ്വാസ ജീവിതത്തെ ബാധിച്ചു, ആരാധനയെ ബാധിച്ചു. സന്തോഷവും ഘോഷവും ഒക്കെ അവിടെ ഉണ്ടെങ്കിലും അതൊന്നും ദൈവത്തിന് പ്രസാദമാകുന്നില്ല. ദൈവം പറയുകയാണ്, ആനന്ദവും സന്തോഷവും സ്തോത്രവും സംഗീതഘോഷവും അതിൽ ഞാൻ ഉണ്ടാക്കും, അതിൽ തനിയെ ഉണ്ടാകും. എപ്പോൾ? ഞാൻ അതിൻ്റെ അവസ്ഥയെ മാറ്റുമ്പോൾ. ദൈവം നിന്റെ അവസ്ഥയെ മാറ്റുവാൻ ഈ പ്രഭാതത്തിൽ നല്ലൊരു വാഗ്ദത്വവുമായി നമ്മെ സന്ദർശിച്ചിരിക്കുകയാണ്. സിയോനെന്നും ദൈവത്തിൻ്റെ ജനമെന്നും അബ്രഹാമിൻ്റെ സന്തതിയെന്നും പാരമ്പര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലും മനുഷ്യരുടെ മുൻപിലും അവകാശപ്പെടുവാൻ അനേക നാമങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്, പേരുകൾ നമുക്കുണ്ട്. വെറും പേര് മാത്രമേ ഉള്ളൂ, ശക്തിയില്ലാത്ത പേര്, പ്രവർത്തികളില്ലാത്ത പേരുകൾ. ആ പേരിന്മേൽ ആഘോഷിച്ചുകൊണ്ട് നടക്കുന്നവരോട് ദൈവം പറയാം, സിയോൻ വാസികളെ, നിങ്ങളിലുള്ളതായ മരുഭൂമിയെ നിനക്ക് കാണുവാൻ കഴിയുന്നുണ്ടോ? നിർജ്ജന പ്രദേശത്തെ കാണുവാൻ കഴിയുന്നുണ്ടോ? ഡിസേർട്ട് പ്ലേസസ്, വിൽഡർനെസ്, there is വേസ്റ്റ് പ്ലേസ്. ദൈവത്തിന്റെ വചനം പറയുന്നത് 3-ാം വാക്യത്തിൽ, I will comfort all her waste places. ഇപ്പോൾ ഉപയോഗശൂന്യമായി കിടക്കുന്നതായ പല സ്ഥലങ്ങളും ഉപയോഗിച്ചിരുന്നതാണ്, പക്ഷെങ്കിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളെ ഞാൻ ആനന്ദഘോഷമുള്ളതാക്കി മാറ്റും, ആരാധനയുള്ളതാക്കി മാറ്റും. നിന്റെ ഭവനത്തിലും നിന്റെ ജീവിതത്തിലും നീ പോകുന്നിടത്തൊക്കെയും ആനന്ദഘോഷം നിന്നെ പിന്തുടരും. നീ അനുഗ്രഹിക്കപ്പെട്ടവനെന്നും വാസ്തവമായി നീ സിയോൻ വാസിയെന്നും സിയോന്റെ സന്തതിയെന്നും ലോകത്തിന് പ്രത്യക്ഷപ്പെടുത്തി കൊടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. യഹോവയെ അന്വേഷിക്കുന്നവരും നീതിയെ പിന്തുടരുന്നവരുമായുള്ളവരെ കേൾപ്പീൻ. നിങ്ങളെ വെട്ടിയെടുത്ത പാറയെങ്കിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത കനിഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കുകയും. പ്രൈസ് ദി ലോർഡ്. അനേക പാഴ് സ്ഥലങ്ങളും മരുഭൂമിയും നിന്റെ ജീവിതത്തിൽ അവശേഷിച്ചിരിക്കെ പാരമ്പര്യങ്ങളെ മാത്രം ആശ്രയിച്ച് നടക്കാതെ ദൈവത്തിന്റെ സന്നിധിയിൽ ശൂന്യതകളെ സമ്മതിക്കുന്നതായ ഒരു ജീവിതം, ഒരു പ്രഭാതം ഇന്ന് നിനക്ക് കാഴ്ചവെക്കുവാൻ, ദൈവത്തിന്റെ മുൻപിൽ സമർപ്പിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതം ആനന്ദഘോഷമാക്കി, നിന്റെ ഭവനത്തിൽ നിന്ന് നഷ്ടപ്പെട്ടതുപോയ ആനന്ദഘോഷം ഇപ്പോൾ കണ്ണീരും പരാതികളും ആവലാതികളും ഉയർന്നുകൊണ്ടിരിക്കുന്ന നിന്റെ ഭവനത്തിന്റെ അന്തരീക്ഷത്തെ മാറ്റി ദൈവം സ്തുതിയും സന്തോഷവും ആനന്ദവും തുളുമ്പുന്നതായ ഒരു ഭവനമാക്കി ദൈവം മാറ്റിത്തരാമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്യുന്നു. അതിന് അവകാശികളായി ദൈവം നിങ്ങളെ മാറ്റട്ടെ. ഗോഡ് ബ്ലെസ് യു.